കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു പ്രവാചക കഥ കേട്ടാലോ? കഥയുടെ പേര് ആ മുഹമ്മദ് ഞാനാണ്. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ യാത്രാമധ്യേ ഒരു വൃദ്ധയെ കണ്ടു. ഭാരമേറിയ ഒരു ചുമടുമായി നടന്നു പോവുകയായിരുന്നു ആ വൃദ്ധ. അവരും തങ്ങളുടെ അതേ ദിശയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രവാചകൻ വേഗം തന്നെ ആ വൃദ്ധയുടെ കയ്യിൽ നിന്നും ആ ചുമട് ഏറ്റെടുത്ത് തൻ്റെ ചുമലിലേറ്റി. ആ ചെറുപ്പക്കാരൻ്റെ സന്മനസ് കണ്ട് വൃദ്ധ അത്ഭുതപ്പെട്ടു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ പോലെ സഹായ മനസ്ഥിതിയുള്ളവർ വളരെ അപൂർവമാണ്. ഇവിടെ മുഹമ്മദ് എന്നൊരുത്തൻ യുവാക്കളെയെല്ലാം വഴിപിഴപ്പിക്കുന്നു എന്ന് കേട്ടു. നമ്മുടെ പൂർവികരെയും വിശ്വാസത്തെയും എല്ലാം അവൻ തള്ളിപ്പറയുന്നു എന്നാണ് അറിഞ്ഞത്. മോൻ അറിയാമോ അയാളെ? അയാളുടെ വർത്തമാനങ്ങളിൽ വീണ് വഴിതെറ്റാതെ സൂക്ഷിക്കണം കേട്ടോ. പ്രവാചകൻ അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല. വഴിനീളെ അവർ പ്രവാചകനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രവാചകനാകട്ടെ മറിച്ചൊന്നും പറയാതെ അതെല്ലാം ക്ഷമയോടെ കേട്ടു. അവരോടൊപ്പം നടന്നു. ഒടുവിൽ അവർക്ക് എത്തേണ്ട സ്ഥലത്തെത്തി. ചുമട് ഇറക്കി തിരികെ പോകവേ ആ സ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, മോൻ ആരാണെന്നോ മോൻ്റെ പേരോ ഇതുവരെ പറഞ്ഞില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് തന്നെയാണ് ഞാൻ. പ്രവാചകൻ മറുപടി പറഞ്ഞു. ആ വൃദ്ധ ആകെ അമ്പരന്നു പോയി. പിന്നീട് അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.